ഒരു കസേരയ്ക്ക് വേണ്ടി 3 പേരാണ് ഇപ്പോൾ തമ്മിത്തല്ലിടണേ. സീനിയറായിട്ടുള്ളൊരു നേതാവ് എൻ്റെ കാഴ്ചപ്പാടിൽ രമേശ് ചെന്നിത്തല. പുള്ളിക്ക് നല്ലൊരു പക്വതയുള്ള നേതാവാണ്. ചെറുപ്പം തുടങ്ങി എനിക്കറിയാം, നല്ല മനുഷ്യനാണ്. അയാൾക്കാണ് അതിൻ്റെ അർഹതയുള്ളത്. ഈ സതീശനൊന്നും ഒരു അർഹതയില്ല അതിനകത്ത്. ഇന്നലെ വന്ന ആൾക്കൊക്കെ അതിന് മുഖ്യമന്ത്രി സ്ഥാനം കൊടുക്കാൻ പറഞ്ഞാൽ ആരെ സമ്മതിക്കണേ? ഇതിപ്പോൾ ഈ കോട്ടയത്ത് ഒരാൾ പെട്രോൾ കുപ്പി തലയിൽ വെച്ചുകൊണ്ട് ആത്മഹത്യ ഭീഷണി പിടിക്കൊണ്ടിരിക്കുകയാണ്. അതൊക്കെ തമിഴ്നാട്ടിൽ നടക്കുള്ളൂ, ഇവിടെ കേരളത്തിൽ നടക്കൂല. എൻ്റെ അഭിപ്രായത്തിൽ അത് വി.ഡി. സതീശൻ തന്നെ ആയിക്കോട്ടെ. പിന്നെ വോട്ട് ചെയ്താൽ ഞങ്ങളൊക്കെ വി.ഡി. സതീശൻ തന്നെ ആയിക്കോട്ടെ. പിന്നെ വോട്ട് ചെയ്താൽ ഞങ്ങളൊക്കെ മണ്ടന്മാരായി. പിന്നെ ഇത് നിങ്ങളെ തല്ലുകൊടുത്തവും ഇതൊക്കെ കഴിഞ്ഞ് ഇത് എന്ന് മുഖ്യമന്ത്രി ഇത് സാധനമൊക്കെ ആയിട്ട് ജനങ്ങൾക്ക് പറഞ്ഞ വാഗ്ദാനങ്ങളൊക്കെ നടത്തി കൊടുക്കണം എന്നൊക്കെയാണ് ഞങ്ങളുടെ അഭിപ്രായം. ശരിക്കും പറഞ്ഞാൽ ഈ വി.ഡി. സതീശനെ നമ്മുടെ മുഖ്യമന്ത്രിയായിട്ട് വരേണ്ടത്. അയാളെ ഘോരമായിട്ട് പ്രവർത്തിച്ചതും കാര്യങ്ങളൊക്കെ ഈ കോൺഗ്രസിനെ ഒറ്റക്കെട്ടായി കൊന്നത് തന്നെ അയാളാണ്. പണിയെടുത്തവന് അന്നം കിട്ടണ്ടേ എന്ന് പറഞ്ഞാൽ ഒരു സതീശനെ പണിയെടുത്തവന് സതീശന് തന്നെ മുഖ്യമന്ത്രി പദം കൊടുക്കണം. അതാണ് ജനങ്ങളുടെ ഇഷ്ടം, താല്പര്യവും. രമേശ് ചെന്നിത്തലയാണ് എന്നുവെച്ചാൽ സീനിയറാണ്. അത് മാത്രമല്ല അങ്ങനെ ഭരണപരിചയമുള്ള ആളാണ്. ഇതിനു മുമ്പ് മുഖ്യമന്ത്രിയായിട്ട് ഇരുന്നിട്ടുള്ള ആളാണ്, ആഭ്യന്തരമന്ത്രിയായിട്ട് ഇരുന്നിട്ടുള്ള ആളാണ്. തീർച്ചയായിട്ടും അദ്ദേഹത്തിന് പണ്ടെന്ന് കഴിവുള്ള വ്യക്തിയാണ് എന്നുള്ളതുകൊണ്ട് പുള്ളി തന്നെ ആവണം എന്നാണ് എൻ്റെ ആഗ്രഹം. മുഖ്യമന്ത്രി ആവാനുള്ള ചോദിക്കാൻ ഒരാളേ ഉള്ളൂ, വി.ഡി. സതീശൻ. ശരിക്കും ഇതിനു വേണ്ടി ശരിക്കും കഷ്ടപ്പെട്ടത് പുള്ളി മാത്രമേ ഉള്ളൂ. ഞങ്ങളുടെ അഭിപ്രായത്തിൽ പുള്ളി തന്നെ വന്നുവെന്നാണ് ഞങ്ങളുടെ അഭിപ്രായം. ഞങ്ങളുടെ അല്ല, എല്ലാവരുടെയും. മുഖ്യമന്ത്രി പദവിയിലേക്ക് വരാൻ പറ്റിയ ആൾ വി.ഡി. സതീശൻ തന്നെ. അതാണ് എൻ്റെ അഭിപ്രായം. അതിൻ്റെ കാര്യം വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ എത്ര നാൾ ഒത്തൊരുമിച്ച് കൊണ്ടുവരാനായിട്ട് പുള്ളിയാണ് കൂടുതൽ പരിശ്രമിച്ചത്. മറ്റുള്ളവരെ അപേക്ഷിച്ച് നോക്കുമ്പോൾ പുള്ളിയാണ് കൂടുതൽ അധ്വാനിച്ചത്. അപ്പോൾ അതുകൊണ്ട് പുള്ളിക്കാണ് സ്ഥാനം. ചെന്നിത്തലയും കുഴപ്പമില്ല, പക്ഷേ കെ.സി. വേണ്ടെന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം. കെ.സി. ഡൽഹിയിൽ തന്നെ ഇരിക്കട്ടെ. സതീശൻ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പുള്ളിയുടെ ഓരോ കാര്യങ്ങളും ചെയ്യണതിൻ്റെ ഇതൊക്കെയാണ്. വി.ഡി. സതീശൻ തന്നെയാണ് അതിന് യോഗ്യതയുള്ള ആൾ. പാർട്ടിയെ അടിയിൽ പോയിരുന്ന പാർട്ടിയെ മുന്നോട്ട് നയിച്ചത് സതീശൻ തന്നെയാണ്. പുള്ളിക്ക് തന്നെയാണ് അതിനുള്ള യോഗ്യതയും. വേറെ ആര് വന്നാലും ജനങ്ങൾ എതിരായിരിക്കും. ഈ ഇലക്ഷനിൽ ഇത്ര വലിയ ലീഡ് കൊടുത്തിട്ട് ഒരു മുഖ്യമന്ത്രിനെ തീരുമാനിക്കാൻ പറ്റാത്തത് ജനങ്ങളോടുള്ള വെല്ലുവിളിയായിട്ട് എനിക്ക് തോന്നിയാണ്. പിന്നെ എനിക്ക് തോന്നുന്നത് സതീശനാണ് ഈ ഇതിനൊക്കെ നേരിട്ടെങ്കിലും ചെന്നിത്തല ആവണമാണ് തിരുവിടെ ജനങ്ങൾക്കൊക്കെ നല്ലതായിരിക്കും എന്ന് എനിക്ക് തോന്നണം. ചെന്നിത്തല ആവുമ്പോൾ ആളുകളോടൊക്കെ നയത്തിൽ വർത്തമാനം പറയാനൊക്കെ അറിയാവുന്നൊരു നേതാവായിട്ടാണ് എനിക്ക് തോന്നിയേക്കണം. അത് വേണുഗോപാൽ പുറത്ത് നിൽക്കുന്ന ഒരാൾ വന്നതിനൊക്കെ നല്ലത് ചെന്നിത്തല ഒരു സീനിയറായ നേതാവും ആളുകളോടൊക്കെ ഒരു മാന്യമായിട്ട് വർത്തമാനം പറയാനൊക്കെ അറിയാവുന്നൊരു നേതാവായിട്ടാണ് എനിക്ക് തോന്നിയത്. ഇപ്പോൾ കേരളത്തിൽ ഇപ്പോൾ മുഖ്യമന്ത്രി കോൺഗ്രസിൻ്റെ മുഖ്യമന്ത്രി വി.ഡി. സതീശനാണ് ആവേണ്ടത്, അതിനെ ആക്കേണ്ടത്. കാരണം അങ്ങേരാണ് ശരിക്കും കോൺഗ്രസിൻ്റെ ഇപ്പോൾ ഈ ജയത്തിന് വേണ്ടി പ്രയത്നിച്ച ആൾ. കോൺഗ്രസ് നല്ലൊരു വിജയം കിട്ടാൻ വേണ്ടിയിട്ട് പ്രയത്നിച്ചത് അയാളും അതൊരു ടീമും ഉൾപ്പെട്ട ആണ് ജയിക്കാൻ കാരണം. അപ്പോൾ വി.ഡി. സതീശൻ സാറാണ് തന്നെയാണ് മുഖ്യമന്ത്രി ആവാനുള്ള യോഗ്യത. വി.ഡി. സതീശൻ മുഖ്യമന്ത്രി ആവണമെന്നാണ് ജനങ്ങളുടെ മൊത്തത്തിലുള്ള അഭിപ്രായം. എന്താണെന്ന് പറഞ്ഞാൽ അദ്ദേഹമാണല്ലോ ഈ തരംഗങ്ങൾ മുഴുവൻ ജനങ്ങളുടെ മൊത്തം അഭിപ്രായം അങ്ങനെയാണ്. പാർട്ടീനെ നല്ല നിലയിലേക്ക് എത്തിക്കാൻ അദ്ദേഹം ഒത്തിരി കഷ്ടപ്പെട്ടു. പക്ഷേ പാർട്ടിയുടെ നേതാവ് ലീഡർ എന്നുള്ള നിലയ്ക്ക് രമേശ് ചെന്നിത്തലയും കെ.സി. വേണുഗോപാലും ഒക്കെ മുതിർന്ന നേതാക്കന്മാരാണ്. പക്ഷേ ഈ അവസരത്തിൽ ഒരു അഭിപ്രായ വ്യത്യാസങ്ങളില്ലാതെ മുന്നോട്ട് കൊണ്ടുപോകാൻ കേരളത്തെ ഒരു നല്ലൊരു നിലപാട് സ്വീകരിക്കുന്നത് വി.ഡി. സതീശനായിരിക്കും നല്ലതെന്നാണ് നമുക്ക് പറയാനുള്ളത്. വി.ഡി. സതീശൻ വരണമെന്നുള്ളതാണ്. അപ്പോൾ എല്ലാം കൊണ്ടൊരു കഴിവും നേതാവാണ്. അതിൻ്റെ കഴിവും കാര്യങ്ങളൊക്കെ ഉള്ളതാണ്. 100% പുള്ളി വരണമെന്നുള്ളതാണ് വേണ്ടത്. എൻ്റെ അഭിപ്രായത്തിൽ പണിയെടുത്ത് വിജയിപ്പിച്ചതൊക്കെ വി.ഡി. സതീശനാണ്. അവനെയാണ് ശരിക്കും മുഖ്യമന്ത്രി ആക്കേണ്ടത്. ജനങ്ങൾക്ക് കൂടുതൽ താല്പര്യമുള്ളത് വി.ഡി. സതീശന് തന്നെയാണ്. അവർ പണിയെടുത്തില്ല എന്നുള്ളതല്ല. ഇപ്പം ശരിക്കും കൂടുതൽ അധ്വാനിച്ചതും ഇതിനു വേണ്ടി വർക്ക് ചെയ്തതും ഈ പുള്ളിയാണ്, വി.ഡി. സതീശനാണ്. എൻ്റെ അഭിപ്രായം കേട്ടോ പറയണേ. അപ്പോൾ ഓരോരുത്തർക്കും ഓരോ അഭിപ്രായം ഉണ്ടാവുമല്ലോ. ആ അഭിപ്രായം അനുസരിച്ച് ഞാൻ പറഞ്ഞു. അതായത് ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം എല്ലാവർക്കും ഒരു പരിധി വരെ ഒരു 60% പേർക്കെങ്കിലും വി.ഡി. സതീശനെയാണ്
മുഖ്യമന്ത്രിയാക്കാൻ ആഗ്രഹം. ആ കൂട്ടത്തിൽ ഞാനും. മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് സതീശൻ തന്നെ വരണം. സതീശന് ജനങ്ങളെ ഈ ആത്മാർത്ഥമായിട്ട് പെരുമാറും ശക്തിയോട് നിയന്ത്രിക്കാനും കഴിയുള്ളൂ. ഒരു കാര്യം പറഞ്ഞാൽ കറക്റ്റായിട്ട് നിയന്ത്രിക്കും നടത്തുന്നതും എല്ലാ കാര്യങ്ങളും കറക്റ്റായിട്ട് പറയുന്ന ജനം സതീശൻ മാത്രമേ ഉള്ളൂ. മറ്റേ രവിചന്ദ്രനൊന്നും ഒരു കഴിയില്ലാത്തതല്ല, ഒരു കൃത്യമായിട്ട് നടപടി എടുക്കാൻ ഒരു കഴിയില്ലാത്തതാണ്. ഈ മറ്റേ വേണുഗോപാൽ എന്ത് കാര്യത്തിന് അവന് MP സ്ഥാനമുണ്ട്, എല്ലാം ഉണ്ട്. ഇനി കേരളത്തിൽ വന്ന ഒരാൾ MLA രാജിവെച്ച് ആ സ്ഥാനം പിന്നെ രണ്ടാമത് ഇലക്ഷൻ നടത്തണം. ഞാനൊക്കെ ഇനി ഞാൻ ചെന്ന് വേണ്ടി MLA നിൽക്കുന്ന സ്ഥലത്ത് ഞാൻ കൊടുക്കും സാറിനാ, ഞാൻ ചെന്ന് അവനെതിരെ വർക്ക് ചെയ്യും ഈ ജയിക്കാതിരിക്കാൻ വേണ്ടി. ഒരു സ്ഥാനമുള്ളവൻ പിന്നെ രാജിവെച്ച് ആൾക്കാരെ ബുദ്ധിമുട്ടി ഇലക്ഷൻ വയ്ക്കേണ്ട ആവശ്യമുണ്ടോ? ഇത് മനുഷ്യനെ ബുദ്ധിമുട്ടിക്കാനും ജനങ്ങളുടെ ഒരു ദിവസത്തെ പണിയും ഒക്കെ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള പണിയാണിത്. സ്ഥാനമോഹിയുമാണ്. അല്ലെങ്കിൽ ഈ പണിയുടെ ആവശ്യമില്ല. സ്ഥാനം ഉണ്ടായിട്ട് പോരാ, പിന്നെ അതിൻ്റെ മുഖത്തിന് വേണ്ടി നടത്തുന്നതാണ് വേണുഗോപാൽ. സതീശന് ശക്തനായ നേതാവ് എന്ന് ജനങ്ങൾക്ക് ഇഷ്ടദായകനും എല്ലാ കാര്യങ്ങൾക്കും ഒരു ശക്തമായിട്ട് നടപടി എടുക്കാൻ പറ്റിയ ആൾ സതീശൻ തന്നെയാണ്.